നമസ്കാരം. കുറേ നാളായി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സംസാരിച്ചിട്ട്. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് കോമൺ ആയിട്ട് കുട്ടികളുള്ളവർക്കും ഒക്കെ യൂസ്ഫുള്ളായ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പൊടിക്കൈകൾ ഇറക്കണം എന്നൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഒരു പൊടിക്കൈ ഇറക്കിയിട്ടുണ്ട്. എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മിക്ക ആളുകളുടെ കയ്യിലും ഉള്ള മനസ്സ് കീഴടക്കാൻ ശേഷിയുള്ള ഒരു കുഞ്ഞൻ സാധനമുണ്ട്. ഈ പൊട്ടുകൾ വെച്ച് എങ്ങനെയാണ് കുട്ടികളുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസും കുട്ടികളുടെ കുറച്ചുകൂടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം ചോദിച്ചു. സത്യത്തിൽ ഇത് നമുക്ക് അമ്മമാർക്കായാലും അച്ഛന്മാർക്കായാലും കെയർ ടേക്കേഴ്സിനായാലും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ അതേസമയം തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു വസ്തുവാണ്. ഇപ്പം നമുക്കൊരു ബുക്കോ ഒക്കെ എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈനോ സ്ലാൻഡ് ലൈനോ ലെഫ്റ്റ് ടു റൈറ്റോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് ഒക്കെ വരയ്ക്കുക. ലൈനൊക്കെ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ കുഞ്ഞു പൊട്ടുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ കുട്ടികളെ കൊണ്ട് തന്നെ ഈ സ്റ്റിക്കായിട്ടുള്ള പൊട്ടല്ലേ, അപ്പോൾ അതിങ്ങനെ പറിച്ചെടുപ്പിച്ച് മെല്ലെ ഒട്ടിക്കുക. ആദ്യമൊന്നും ഇരുന്ന് തരുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കളേഴ്സ് എന്ന് പറയുന്ന കുട്ടികൾക്ക് അത്ര സ്റ്റിമുലേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ലൈനിൻ്റെ മുകളിൽ അത് നമുക്കിപ്പോൾ ആൽഫബറ്റിക്കലൊക്കെ അറിയാവുന്ന ABCയിലൊക്കെ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ Aയും Bയും ഒക്കെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മെല്ലെ അവരെ കൊണ്ട് സ്റ്റിക്ക് ചെയ്യിപ്പിക്കുക. നമ്പേഴ്സൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ 1 2 3 4 ഒക്കെ എഴുതിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പല കളറിൽ നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്യിച്ച് കാണിച്ചു കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ എഴുതിയൊക്കെ പഠിപ്പിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മെല്ലെ ഇത് എടുത്ത് പഠിപ്പിക്കുക. ഇനി ഇതിൻ്റെ പുറകിലുള്ള ഒരു സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഫൈൻ മോട്ടോർ എബിലിറ്റീസ് എന്ന് പറയും. എന്താ ഈ ഫൈൻ മോട്ടോർ എബിലിറ്റി? മിക്കവരും കേട്ട് കാണുമ്പോൾ എല്ലാവർക്കും വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ഈ ഫൈൻ മോട്ടോർ എബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മോട്ടോർ കോർഡിനേഷനാണ് ഈ പറഞ്ഞ ഫൈൻ മോട്ടോർ എബിലിറ്റി. ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസൈനിങ്, ജ്വല്ലറി വർക്കുകൾ, എംബ്രോയിഡറി, പിന്നെ അരിമണിയിലൊക്കെ ഓരോരോ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ, മെക്കാനിക്കൽ വർക്ക്, സർജറി, ഇതൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ വളരെ മൈന്യൂട്ടായി ചെയ്യേണ്ട വർക്കുകൾ, എസ്പെഷ്യലി പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ചെയ്യേണ്ട വർക്കുകളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷനുകളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ അല്ലെങ്കിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. പ്രായം ഒരു 6 മന്തൊക്കെ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് എളുപ്പം ചെയ്യിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. നമ്മുടെ ഒരു സൂപ്പർവിഷൻ വേണം. അവർ ചിലപ്പോൾ അത് വയലിടാതൊക്കെ നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഇതിൻ്റെ പുറകിലുള്ള ഈ സയൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബ്രെയിനിലെ ഏറ്റവും അധികം പറയാമെന്ന് വെച്ചാൽ ബ്രെയിനിലെ ഫ്രണ്ടൽ ലോബ്, നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ തലതൊട്ടപ്പനായിട്ടുള്ള ഫ്രണ്ടൽ ലോബാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഫൈൻ മോട്ടോർ സ്കിൽസിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അവിടെയുള്ള സെല്ലുകൾ നന്നായി സ്റ്റിമുലേറ്റ് ആവാനും നന്നായി ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ഡിവിഷൻ പെട്ടെന്ന് നടക്കാനും എപ്പോഴും റിഫ്രഷ് ആയിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിളായിട്ടൊരു ആക്ടിവിറ്റിയാണ്. ഒരു ദിവസം ചെയ്ത് മടുത്ത് നിർത്തരുത്. നമ്മളത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ എന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീക്ക്ലി 2 അല്ലെങ്കിൽ വീക്ക്ലി 3 എന്നുള്ള രീതിയിലെങ്കിലും ചെയ്തു പോവുക. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. കുട്ടികളിൽ തന്നെയുള്ള അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, പിന്നെ കുട്ടികളിലുള്ള എന്തെങ്കിലും രീതിയിൽ അവർക്ക് അറ്റൻഷൻ ഡിഫിക്കൽട്ടീസ് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ലിമിറ്റ് വരെ ഇത് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നുറുങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. ചിലരുടെ ചാനൽ ഫോളോ ചെയ്യുക.